ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. സ്ത്രീകൾക്ക് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നിയാൽ അവരത് പ്രകടിപ്പിക്കുക പല രീതിയിലായിരിക്കും. ചിലർ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കും, എന്നാൽ മറ്റു ചിലർ ഓരോ ആക്ഷൻസിലൂടെയും അവരുടെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കും. ഈ ഒരു കാര്യമാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ അഫെക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ടച്ചാണ്. ചില പെൺകുട്ടികൾക്ക് അവർ സ്നേഹിക്കുന്ന പുരുഷൻ്റെ അടുത്ത് അവരുടെ സ്നേഹം കാണിക്കുക കെട്ടിപ്പിടിച്ചും അല്ലെങ്കിൽ കിസ് ചെയ്തും അല്ലെങ്കിൽ അവരുടെ കൈകളൊക്കെ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ടൊക്കെയാണ്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ബീച്ചിൽ അല്ലെങ്കിൽ പാർക്കിലൊക്കെ പോകുമ്പോൾ കപ്പിൾസൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചേർന്നിരിക്കുക, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇങ്ങനെ ഇരിക്കുമ്പോഴും അവരുടെ കൈകൾ എപ്പോഴും കോർത്ത് പിടിച്ചിട്ടായിരിക്കും അവരിയ്ക്കുക. ഇത് ഒരു രീതിയിലുള്ളൊരു സ്നേഹം കാണിക്കലാണ്. ഇത്തരത്തിൽ സ്പർശനത്തിലൂടെ അവരുടെ ഉള്ളിലുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ അവൾക്ക് അവനോടുള്ള അടുപ്പം, ഇങ്ങനെയാണ് സ്ത്രീകൾ കാണിക്കാറ്. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഫിസിക്കൽ അഫെക്ഷൻ. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് പാരഗ്രാഫ്സ് ആൻഡ് ലവ് ലെറ്റേഴ്സ് ആണ്. ലവ് ലെറ്റേഴ്സ് ഒക്കെ കൊടുത്ത് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന പെൺകുട്ടികളും ഉണ്ട്. ഇത് ഇന്നത്തെ കാലത്ത് അത്രയ്ക്ക് കോമൺ അല്ല. പക്ഷേ പണ്ടത്തെ കാലത്ത് ലവ് ലെറ്റേഴ്സ് മാത്രം കൊടുത്ത് പ്രണയം അറിയിക്കുന്നവരായിരുന്നു കൂടുതൽ ആളുകളും. എന്നാൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെല്ലാവരും തന്നെ ഫോണിലൂടെ മെസ്സേജൊക്കെ അയച്ചിട്ടാണ് അവരുടെ ഉള്ളിലുള്ള ഇഷ്ടം ഓപ്പോസിറ്റുള്ള വ്യക്തിനെ അറിയിക്കുന്നത്. എങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടി ഇഷ്ടമായാൽ ചിലർ അവരുടെ ഫോൺ നമ്പറൊക്കെ ഇങ്ങനെ പേപ്പറിൽ എഴുതും. അതായത് ഒരു ഹേർട്ട് വരയ്ക്കും, പിന്നെ അവരുടെ ഫോൺ നമ്പർ, വീണ്ടും ഒരു ഹേർട്ട്, ഇങ്ങനെ എഴുതിയിട്ട് കൊടുക്കാറുമുണ്ട്. ഫോണിൽ മെസ്സേജ് അയക്കുന്നതും കുറച്ച് റൊമാൻറ്റിക് വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഐ ലവ് യു ആണ്. ചില ഗേൾസ് അവർക്കൊരു ബോയിനെ ഇഷ്ടമായാൽ ഡയറക്റ്റായിട്ട് പോയിട്ട് ഐ ലവ് യു എന്ന് പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നതിന് മുമ്പായിട്ട് കുറേ പ്രാക്ടീസൊക്കെ അവർ ചെയ്തിട്ടായിരിക്കും പോകുക. ഐ ലവ് യു എന്ന് നേരെ പോയിട്ടായിരിക്കില്ല അവർ പറയുക. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തു, അല്ലെങ്കിൽ കുറേ ആലോചിച്ചു, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ലാസ്റ്റ് ഞാനൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. നീ എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ തിരിച്ചും നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു, അല്ലെങ്കിൽ ഐ ആം സോ ഇൻ ലവ് വിത്ത് യു, ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളോട് പറയുക. അതായത് ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടീനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവൾ അവനോട് ഐ ലവ് യു പറയാൻ വേണ്ടി പോകുമ്പോൾ ഡയറക്റ്റ് നേരെ കയറി ചെന്നിട്ട് ഐ ലവ് യു എന്നായിരിക്കില്ല പറയുക. കുറേ വാക്കുകൾ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫൊക്കെ ഉണ്ടാക്കി പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും പോയി പറയുക. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഷെയറിങ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. അതായത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും അവൾ ഓപ്പണായിട്ട് പറയും. അതായത് അവരുടെ പേഴ്സണൽ ലൈഫ്, എല്ലാ കാര്യങ്ങളും നല്ല സത്യസന്ധമായിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കും. അതിൽ നല്ലതും മോശവും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഇനി പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത കാര്യങ്ങൾ വരെ ആ കൂട്ടത്തിൽ ആ ഒരു പെൺകുട്ടി നിങ്ങളോട് ഷെയർ ചെയ്യും. ഇങ്ങനെ നിങ്ങളുമായിട്ട് ആ ഒരു പെൺകുട്ടി ആദ്യം തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് നല്ല ഫ്രണ്ട്സൊക്കെ ആയതിനു ശേഷമായിരിക്കും ആ ഒരു പെൺകുട്ടി അവളുടെ ഉള്ളിലുള്ളൊരു ഇഷ്ടം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുക. ഒട്ടുമിക്ക ഗേൾസും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ബോയ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പെൺകുട്ടിനെ കണ്ടു ഉടനെ ചെന്ന് അവരെ ഇഷ്ടം പറയും. പക്ഷേ ഗേൾസ് നന്നായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവരുടെ ഉള്ളിലുള്ളൊരു സ്നേഹം ഓപ്പോസിറ്റുള്ള വ്യക്തിയോട് എക്സ്പ്രസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഗിഫ്റ്റ്സ് ആൻഡ് സർപ്രൈസസ് ആണ്. നമുക്കറിയാം, ഗേൾസ് പൊതുവെ ആർക്കും അങ്ങനെ ഒന്നും വാങ്ങിയൊന്നും കൊടുക്കാറില്ല. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും അവർ ചെയ്യാറില്ല. പക്ഷേ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റുകളൊക്കെ തരുന്നു. അതിപ്പോൾ ചോക്ലേറ്റ് ആകാം, പെന്നാകാം, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വസ്തുക്കളൊക്കെ ആകാം. എന്തൊക്കെയാണെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിക്കൊണ്ട് തരുന്നു, അല്ലെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് തരുന്നു. ഇങ്ങനത്തെ ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് മാത്രമായിരിക്കും.
ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങൾക്ക് ഗിഫ്റ്റുകളും സർപ്രൈസസും ഒക്കെ തരുന്നുണ്ടെങ്കിൽ അതും ഒരു പാർട്ട് ഓഫ് ലവ് എക്സ്പ്രഷനാണ്. ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ 5th പോയിന്റ്. ഇനി 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണേ. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. 6th പോയിന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈമാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. അതിപ്പോൾ എത്ര തിരക്കാണെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളോട് വന്ന് ഇരുന്ന് നിങ്ങളുടെ ഒപ്പം ഇരുന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കും. അതേപോലെ തന്നെ അവൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കും. കൂടുതൽ, അതായത് മറ്റുള്ളവരോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിലും കൂടുതലായിട്ട് എപ്പോഴും ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യും. ഇങ്ങനെയൊക്കെ അവൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമല്ല, നിങ്ങളുമായിട്ടുള്ളൊരു ബോണ്ട് അത് കുറച്ചൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ കൂടിയതിന് ശേഷമായിരിക്കും അവൾ അവളുടെ സ്നേഹം നിങ്ങളോട് തുറന്നു പറയുക. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് ഒരു പക്ഷേ നിങ്ങളോട് ഇഷ്ടമുണ്ടാകാൻ ഉള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ 6th പോയിന്റ്. ഇനി 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് ദം ആണ്. അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ എല്ലാ മോശം അവസ്ഥയിലും നിങ്ങളുടെ ഒപ്പം ഒരു താങ്ങായും തണലായി നിൽക്കും. അതായത് മറ്റുള്ളവർ നിങ്ങളെ കുറ്റം പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി അത് കേട്ട് നിൽക്കത്തില്ല. നിങ്ങൾ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവൾ സമ്മതിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് നെഗറ്റീവായിട്ടായിരിക്കും തോന്നുക, പക്ഷേ ഈ ഒരു പെൺകുട്ടി അത് പോസിറ്റീവായിട്ട് മാത്രമായിരിക്കും ബാക്കിയുള്ളവരോട് പറയുക. ഇങ്ങനെ എല്ലാ രീതിയിലും ആ ഒരു പെൺകുട്ടി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതും ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു പെൺകുട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇതും ഒരു ലവ് എക്സ്പ്രഷൻ്റെ ഒരു രീതി തന്നെയാണ്. ഇനി നമ്മുടെ 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെസ്പെക്റ്റിംഗ് യുവർ ഡിസിഷൻസ് ആണ്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. എന്നാൽ നിങ്ങളോട് ഒപ്പീനിയൻ ഈ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്. അതായത് നിങ്ങളോട് ഡെയിലി കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടി ഡെയിലി നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നു. അവളുടെ ലൈഫിൽ എന്തൊരു തീരുമാനം എടുക്കേണ്ട വന്നാലും ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ ഒരു വില തരുന്നു. ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. ഇത് മാത്രമല്ല, ഈ ഒരു പെൺകുട്ടി നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളോടുള്ള അവളുടെ ബഹുമാനം അല്ലെങ്കിൽ അവളുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ പറഞ്ഞ 8 കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.